ഇനി താമരശ്ശേരി ചുരത്തിന് ബദലായിട്ടാണ് ഈ 4 വരി തുരങ്കപാത വിഭാവനം ചെയ്തത് എന്നുകൂടി ഓർക്കണം. പതിവിനേക്കാൾ വേഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റേത് ഉൾപ്പെടെയുള്ള അനുമതികൾ ഈ പദ്ധതിക്ക് ലഭിക്കുകയും ചെയ്തു. 2134 കോടി രൂപ ചെലവിൽ പരിസ്ഥിതി ലോല മേഖലയിൽ നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ ഭാവി സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് കൂടി. താമരശ്ശേരി ചുരത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത തടസ്സവും കുരുക്കും ഒറ്റപ്പെട്ടു പോകുന്ന വയനാട് ജില്ല. ചുരത്തിന് ബദലായാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വിഭാവനം ചെയ്തത്. യാത്രാ സമയം പകുതിയായി കുറയ്ക്കുകയും ലക്ഷ്യം. കോഴിക്കോട് ജില്ലയിൽ ആനക്കാംപൊയിലിലെ മറിപ്പുഴയിൽ നിന്ന് തുടങ്ങി വയനാട് മേപ്പാടിയിൽ അവസാനിക്കുന്ന പാത. തുരങ്കത്തിന്റെ ആകെ ദൈർഘ്യം 8.11 കിലോമീറ്റർ. 2134 കോടി രൂപ നിർമ്മാണ ചിലവ്. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് രണ്ടാം പിണറായി സർക്കാർ തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. കൊങ്കൺ റെയിൽവേ അധികൃതർ പറയും യാതൊരു പ്രശ്നങ്ങളില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ടൺ എടുത്തിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴും നമ്മൾ പറയും വയനാടാണ് മേപ്പാടിയാണ് ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ പിന്നെ വർക്ക് പ്രവൃത്തികളൊന്നും ഇപ്പൊ ചെയ്യരുത്, മഴക്കാലത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ പാതയുടെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാർച്ച് 6 ആനക്കാംപൊയിൽ ഭാഗത്തു നിന്ന് പാറ തുരക്കൽ ആരംഭിച്ചു. പാതയുടെ ഇരുഭാഗത്തും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരുന്നതിനിടെയാണ് ഇന്നത്തെ അപകടം. ആനക്കാംപൊയിലിൽ പാറ തുരക്കലിനൊപ്പം തുരങ്കത്തിലേക്ക് എത്താനുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പ്രധാനമായും നടക്കുന്നത്. ഇതിനായി താൽക്കാലികമായി നിർമ്മിച്ച ചപ്പാത്തുകൾ കനത്ത മഴയിൽ പലതവണ ഒലിച്ചുപോയിരുന്നു. പരിസ്ഥിതി ലോല മേഖലയിലൂടെയുള്ള തുരങ്കപാത നിർമ്മാണത്തിന്റെ ആലോചന മുതൽ ഓരോ ഘട്ടങ്ങളിലും നിരവധി ചോദ്യങ്ങളും സംശയങ്ങളുമാണ് ഉയർന്നു വന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തോടെ ആശങ്ക വർദ്ധിച്ചു. എന്നാൽ ആധുനിക മാർഗങ്ങൾ അപകടം ഒഴിവാക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. We are doing only the slope cutting and we are going to protect the slope, natural slope or hill by the short cutting, rock butting, by providing the sufficient catch water drain, by the providing the drain system, etc. That will be protected. പരിസ്ഥിതി വിലോലമായ പല മേഖലകളിലും തുരങ്കപാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോടെ രാജ്യത്തെ ഏറ്റവും നീളമേറിയ 3ാമത്തെ തുരങ്കപാത യാഥാർത്ഥ്യമാക്കാനാകും ഇനിയുള്ള ശ്രമം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.